കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 23 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരുൾ ചെയ്തു: നിയമജ്ഞരും ഫരിസേരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വച്ചു കൊടുക്കുന്നു, സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവർത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തോങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. റബ്ബി എന്ന് സംബോധനം ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ. നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാരെന്നും വിളിക്കപ്പെടരുത്. എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമ്മൾ തിരുസഭയിൽ അനുസ്മരിക്കുന്ന ഒരു വിശുദ്ധനുണ്ട്. ജെറൂസലേമിലെ വിശുദ്ധ സിറിൽ. അദ്ദേഹം ആധ്യാത്മികമായിട്ട് ഒരുപാട് വളർന്ന് ആധ്യാത്മികതയെക്കുറിച്ച് ആധികാരികമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ സിറിൽ. അദ്ദേഹം വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയോട് അളവില്ലാത്ത സ്നേഹം, ആദരവ് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ചില കാര്യങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നാം ചെയ്യേണ്ടത്, കുർബാന സ്വീകരണം നടത്തുമ്പോൾ നാം ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പഠിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് കൈക്കകത്ത് കുർബാന സ്വീകരിക്കുന്ന ആ ഒരു സമ്പ്രദായമായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ കൈ അകത്തി പിടിക്കുകയോ വിരലുകൾ അകത്തി പിടിക്കുകയോ അങ്ങനെയൊരു അവസ്ഥയിലല്ല ആ കുർബാന സ്വീകരണത്തിന് നിങ്ങൾ പോകേണ്ടത്, അത് നടത്തേണ്ടത്. ഇടത് കൈ വലത് കൈയുടെ മുകളിൽ വെക്കുക. എന്നിട്ട് ഒരു സിംഹാസനം രാജാവിന് വേണ്ടി ഒരുക്കുന്നത് പോലെ നിങ്ങളുടെ കൈ പിടിക്കുക. ഭക്തിനിർഭരമായ കണ്ണുകളോടെ ആ തിരുവോസ്തിയെ നോക്കുക. എന്നിട്ട് ആദരവോടെ സ്നേഹത്തോടെ അത് ഭക്ഷിക്കുക, എടുത്ത് ഭക്ഷിക്കുക. എന്നിട്ട് ആ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിസ്സാര കുർബാന സ്വീകരണം നടത്തുന്ന ആ ഒരു ശൈലി പോലും എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ സിറിൽ. അദ്ദേഹം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. വിശുദ്ധ കുർബാനയിൽ നാം കേൾക്കുന്ന ഒരു കാര്യമാണ് പുരോഹിതൻ കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് പറയുന്നൊരു കാര്യം: ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, ഇതെടുത്ത് ഭക്ഷിക്കുക, ഇതെടുത്ത് പാനം ചെയ്യുക. വിശുദ്ധ സിറിൽ പറയുകയാണ്, ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറയാത്തൊരു വ്യക്തിയാണ് യേശു. ആരെല്ലാം ഏതെല്ലാം രീതിയിൽ നോക്കി അവനിലൊരു പാപം കണ്ടെത്താൻ പറ്റിയില്ല അവർക്ക്. അപ്പം അങ്ങനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറയാത്ത വ്യക്തി പറയുകയാണ്, ഇതെൻ്റെ ശരീരമാണ്. പിന്നെ എന്തിനു നിങ്ങളിത് തലയ്ക്കകത്ത് വെച്ച് ഒരുപാട് ചിന്തിക്കുന്നു, ബ്രെയിൻ കൊണ്ട് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നു? അതങ്ങോട്ട് വിശ്വസിക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സൽഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ലേ എന്നുള്ളത് ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഇന്നത്തെ 2 വായനകൾ നമ്മെ ക്ഷണിക്കുന്നത് മാനസാന്തരത്തിലേക്കാണ്. നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കുക, അത് അംഗീകരിക്കുക, അനുദപിക്കുക, തിരുത്താൻ തയ്യാറാവുക. ഇതൊക്കെയാണ് നോമ്പുകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് നമുക്കറിയാം. ഒരു ബലി യോഗ്യതയോടെ അർപ്പിക്കുവാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ
ഇതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇന്നത്തെ ആദ്യ വായന നമുക്കൊരു ഒത്തിരി പ്രത്യാശ തരുന്ന ഒരു വചനഭാഗമാണ്. യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 15 മുതൽ വായിക്കുമ്പോൾ നമുക്കത്ര രസകരമായി തോന്നാത്തൊരു കാര്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്നും മുഖം തിരിച്ചു കളയും. അതത്ര രസമുള്ള കാര്യമല്ല നമുക്ക്. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ, നിങ്ങൾ വലിയ ഒച്ചത്തിൽ ദൈവത്തെ വിളിച്ചാലും ഞാൻ നിങ്ങളിൽ നിന്നും മുഖം തിരിച്ചു കളയും. അതിനൊരു കാരണമുള്ളത് കൊണ്ടാണ്. ഇത് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പത്രോസ്ലിയ നമ്മളെ പഠിപ്പിക്കുന്നു. 1 പത്രോസ് 3-ാം അധ്യായം 12-ാമത്തെ വചനം. കർത്താവിൻ്റെ കണ്ണും കാതും തിരിഞ്ഞിരിക്കുന്നത് നീതിമാന്മാരുടെ നേരെയാണ്. നീതിപൂർവമാണോ നീ ജീവിക്കുന്നത്? നിന്റെ നിശബ്ദതയിലുള്ള പ്രാർത്ഥന പോലും സ്വർഗത്തിലെത്തും. നീതിപൂർവ്വം അല്ല നീ ജീവിക്കുന്നത്, നീ എത്ര വലിയ ഒച്ചമേളം വെച്ചാലും കർത്താവ് പറയും അതൊക്കെ പൊള്ളയായ നിലവിളി, എൻ്റെ പക്കൽ എത്തില്ല. പറയുണ്ട്, സ്വരം കൂട്ടുന്നതല്ല, പ്രാർത്ഥനയുടെ നീളം കൂട്ടുന്നതല്ല പ്രധാനപ്പെട്ടത്, നമ്മുടെ ജീവിതം വിശുദ്ധീകരിച്ചിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. കുറ്റമറ്റവരായിട്ട് നമ്മൾ ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം 35-21 എടുത്താൽ, വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും. നമുക്കറിയാമല്ലോ, വെടിവെച്ചാൽ ആ വെടിയുണ്ട പോകുന്നത്, അസ്ത്രം എയ്താൽ അത് പോകുന്ന സ്പീഡ്, ഏതാണ്ട് ആ സ്പീഡിൽ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തും. എപ്പോഴാണെന്നറിയോ? എളിമപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ, അഹങ്കാരം വെടിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ശക്തിയുള്ളതാണ്, ഫലദായകമാണ് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് നിൻ്റെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കാത്തത്? കർത്താവ് കൃത്യം പറയുകയാണ്, നിൻ്റെ പാപം. അതുകൊണ്ട് നീ പാപം വെടിയുക, നിന്നെ തന്നെ ശുദ്ധീകരിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഞാൻ ശ്രവിക്കും. മാത്രമല്ല, നോമ്പുകാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രമ്യതപ്പെടുക എന്നുള്ളത്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് രമ്യതയുടെ സുവിശേഷം നിങ്ങൾക്ക് നൽകാനാണ്. 2 കൊറിന്തോസ് 4-ാം അധ്യായം 18-19 വചനങ്ങളുടെ സന്ദേശം അതാണ്. ഗെറ്റ് റെക്കൺസൈൽഡ്, രമ്യതപ്പെടുക. ഇനി അതിന് 2 ശാഖകളാണുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒന്ന് ദൈവവുമായിട്ടുള്ള രമ്യതപ്പെടൽ, രണ്ടാമത്തേത് നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള രമ്യതപ്പെടൽ. ഏറ്റവും അടുത്ത സഹോദരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ താമസിക്കുന്നവരാണ്. അവരെ സ്നേഹിക്കാതെ, അവരോട് ക്ഷമിക്കാതെ, അവർക്ക് നന്മ ചെയ്യാതെ, അവരെ സഹായിക്കാതെ നാട് നീളം ഓടി നടന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും ദൈവം അതിന് വലിയ വില കൽപ്പിക്കണമെന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതം കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ വിശുദ്ധീകരിച്ചെടുക്കാൻ നമുക്ക് പറ്റണം. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന ശക്തിയുള്ളതാകും. ഒരുപാട് വാക്കുകളൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യം വരത്തില്ല. വലിയ നീളം പ്രാർത്ഥനയ്ക്ക് വേണമെന്നില്ല. പക്ഷെ ആ പ്രാർത്ഥന, നമ്മൾ നടത്തുന്ന പ്രാർത്ഥന ദൈവത്തിന് പ്രീതികരമാകും, അത് ഫലസംദായകമാകും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മേഖല പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കും. ഫരിസേയരെ, നിയമജ്ഞരെ കറക്റ്റ് ചെയ്യുന്ന യേശുവിനെ കാണാൻ പറ്റും. അവർക്ക് ഒരുപാട് പ്രാർത്ഥനകളുണ്ടായിരുന്നു, ഒരുപാട് നിയമങ്ങൾ അവർ പാലിച്ചിരുന്നവരാണ്. പക്ഷെ കർത്താവ് അവരെ കറക്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. നിങ്ങളുടെ പ്രാർത്ഥന ഉദ്ദേശശുദ്ധിയോടുകൂടിയുള്ള പ്രാർത്ഥനയല്ല. നിങ്ങളുടെ ദാനധർമ്മങ്ങൾ ഉദ്ദേശശുദ്ധിയോടെയുള്ള ദാനധർമ്മമല്ല. നിങ്ങളുടെ ഉപവാസം ദൈവത്തിന് പ്രീതികരമല്ല. മത്തായി 6-ാം അധ്യായം ഈ 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ ഉദ്ദേശശുദ്ധി ഉണ്ടാകണം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇതൊന്നും ചെയ്യരുത്. മറ്റുള്ളവരുടെ അംഗീകാരത്തിനും പേരിനും പ്രശസ്തിക്ക് വേണ്ടി ഇതൊന്നും ചെയ്യരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തകൻ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് നമ്മെ ഉരച്ചു നോക്കും, ഉറപ്പാണ്. കർത്താവ് നമ്മെ ഉരച്ചു നോക്കും. നിസ്സാരം നമ്മളൊരു സ്വർണം വിൽക്കാനോ പണയം വെക്കാനോ കൊണ്ടുപോവുകയാണെങ്കിൽ അവരാ സാധനം ഉരച്ചു നോക്കാതെ കൊണ്ടൊന്നും മുമ്പോട്ട് പോകത്തില്ല. നമ്മുടെ ആഗ്രഹങ്ങളൊന്നും അവിടെ നിറവേറാൻ പോകുന്നില്ല, അത് ഉരച്ചു നോക്കാതെ. ഉരച്ചു നോക്കുമ്പം അത് സ്വർണം അല്ല എങ്കിൽ അതിൻ്റെ കളറ് മാറും എന്ന് പറഞ്ഞ പോലെ കർത്താവ് നമ്മെ ഉരച്ചു നോക്കും. എൻ്റെ പ്രാർത്ഥന കഴമ്പുള്ളതാണോ അല്ലയോ കർത്താവ് ഉരച്ചു നോക്കും. എൻ്റെ ഉപവാസം
കഴമ്പുള്ളതാണോ അല്ലയോ കർത്താവ് ഉരച്ചു നോക്കും. എൻ്റെ ദാനധർമ്മങ്ങൾ ഞാൻ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുന്നതാണോ എനിക്ക് വേണ്ടി ചെയ്യുന്നതാണോ കർത്താവ് അത് ഉരച്ചു നോക്കും. ഉരയ്ക്കുമ്പോൾ കളറ് മാറാതിരുന്നാൽ ഭാഗ്യം. അപ്പം അതുകൊണ്ട് നമ്മുടെ ഉള്ളറിയുന്ന ദൈവം, നമ്മുടെ സകല ചിന്തകളും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ദൈവത്തിന് മുമ്പിൽ നമുക്ക് സ്വീകാര്യത ഉണ്ടാകണം. ദൈവം നമ്മെ അംഗീകരിച്ച് പ്രശംസിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതില്ലാതെ ആരുടെയെല്ലാം വാക്കുകളിൽ നമുക്ക് സൽപ്പേരുണ്ടായെന്ന് പറഞ്ഞാലും ആരെല്ലാം നമ്മെ പുകഴ്ത്തി പറഞ്ഞെന്ന് പറഞ്ഞാലും അതിനല്ല വില എന്നുള്ളത് നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതയാത്ര കർത്താവിന് പ്രീതികരമാക്കാൻ പ്രത്യേകം പരിശ്രമിക്കാം. വിശുദ്ധ സിറിലിൻ്റെ പഠനം ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ആഗ്രഹിച്ച് ഈ ബലിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.